ആറാമത്തെ മന്ത്രവും കഴിഞ്ഞു. ഏഴാം മന്ത്രത്തിലേക്ക് ഈശാവാസ്യ ഉപനിഷത്തിന്റെ ഏഴാം മന്ത്രം 24-ാമത്തെ പേജില് ഭാഷ്യം നോക്കാം. ഇമം ഏവ അർത്ഥം അന്യോപി മന്ത്ര ആഹ. ഇമം അർത്ഥമേവ അന്യോപി മന്ത്രോപി ആഹ. ഇതേ അർത്ഥത്തെ തന്നെ, ഏതർത്ഥം? ആറാം മന്ത്രത്തിലൂടെ പറഞ്ഞ അതേ കാര്യത്തെ തന്നെ മറ്റൊരു മന്ത്രവും പറയാണ്. ഇതിന്റെ ടിപ്പണി 9 കാണും. അത്രാപി ആലസ്യ അഭാവാദിത്തം അനുസന്ധേയം. മുമ്പ് പറഞ്ഞിരുന്നു നമ്മൾ മന്ത്രത്തിന് ആലസ്യമില്ല എന്ന്. ആ കാര്യം ഇവിടെ മനസ്സിലാക്കിക്കോ എന്ന് മാത്രം. സച്ച മന്ത്രദ്രഷ്ടുരേവ ധർമ്മോ മന്ത്രേഷു ഉപചര്യതി ഇത് ബോധ്യം. ഈ ആലസ്യത്തിന്റെ അഭാവം, ജഡമായിരിക്കുന്ന മന്ത്രത്തിന് ഇവിടുന്ന് ആലസ്യഭാവം. അപ്പൊ അത് മന്ത്രദ്രഷ്ടാവായിരിക്കുന്ന ഋഷിക്ക് ആലസ്യമില്ല എന്ന് മനസ്സിലായിക്കൂടാ. അതിന് ഋഷി അല്ലല്ലോ, ഈ മന്ത്രത്തിന്റെ ദ്രഷ്ടാവ് മാത്രല്ലേ ഋഷി. മന്ത്രം പണ്ടേ അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ ആലസ്യത്തിന്റെ അഭാവം കൊണ്ടാണ് അങ്ങേർക്ക് ബോധം ഉണ്ടാവുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് ആലസ്യമില്ല, അടുത്ത മന്ത്രം കൂടി വന്നോട്ടെ. എത്ര മന്ത്രം ഒരു ഋഷിക്ക് അറിയാനുണ്ടോ അത്ര മന്ത്രമല്ലേ അറിയത്തുള്ളൂ. മന്ത്രേഷു ഉപചര്യത, മന്ത്രത്തിൽ ഗൗണപ്രയോഗം നടത്തിയതാണ്. ഇതിങ്ങേര് പറയുന്നത് മന്ത്രം ജഡമായതുകൊണ്ട് എവിടുന്നാണ് ആലസ്യം? അപ്പോൾ ആ ആലസ്യഭാവമൊക്കെ ഋഷിയിലാണ്. വാസ്തവോ ദുരധികമതത്വസ്യ പുനർവചനം ഭൂഷണമേവേതി രഹസ്യം. വാസ്തവത്തിൽ ഇങ്ങനെ മനസ്സിലാക്കുക. അധികമമാണ് ദുരധികത തത്വസ്യ കസ്യ ബ്രഹ്മതത്വസ്യ. ബ്രഹ്മതത്വത്തെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് പുനർവചനം, വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് പറയുക എന്നുള്ളത് ഭൂഷണമാണ്, ദൂഷണമല്ല. ഭാഷ്യകാരൻ തന്നെ ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അവിടെ കാവ്യദോഷം എടുത്തു കാണിക്കുന്നേരം പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഇതിനെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവന്റെ ഒരു കാവ്യദോഷം. അതായത് ചെറിയ കളിക്കൊന്നും ഭാഷകാരൊന്നും കൊടുക്കത്തില്ല. ഇവിടെ ആനക്കാരിയുള്ള സ്ഥലത്താണ് അവന്റെ ചേനക്കാരികൾ. കാവ്യദോഷമൊക്കെ കയ്യിൽ വെച്ചോളൂ. ഇവിടെ കഷ്ടപ്പെട്ട് വിഷയത്തെ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് മന്ത്രം, ഇനി അടുത്ത മന്ത്രവും സമാന കാര്യത്തെ അവതരിപ്പിക്കുകയാണ്. എന്താ? പ്രതീകം എടുത്ത് പറഞ്ഞതാണ് യസ്മിൻ സർവാണി ഭൂതാനി. ഇനി മന്ത്രം കണ്ടോ? യസ്മിൻ സർവാണി ഭൂതാന്യാത്മൈവാഭൂത് വിജാനതഃ തത്ര കോ മോഹഃ കശോക ഏകത്വമനുപശ്യതഃ. ആരാൻ ചൊല്ലിയേ? യസ്മിൻ സർവാണി ഭൂതാന്യാത്മൈവാഭൂത് വിജാനതഃ തത്ര കോ മോഹഃ കശോക ഏകത്വമനുപശ്യതഃ. യസ്മിൻ സർവാണി ഭൂതാന്യാത്മൈവാഭൂത് വിജാനതഃ. ഭൂതാനി എന്തിനാ പദച്ഛേദം നടത്തി? പഴയ ശീലങ്ങളാണ്, മാറ്റിക്കോ, ചൊല്ലിക്കോ. സർവാണി ഭൂതാന്യാത്മന്യേവാഭൂത് യസ്മിൻ സർവാണി ഭൂതാന്യാത്മൻ. നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ ഭൂതാവരെ വന്നിട്ട് ഭൂതാന്യാത്മന്യേവാഭൂത് ആത്മൈവാഭൂത് എന്നും പറഞ്ഞിട്ട് മാറ്റ്. യസ്മിൻ സർവാണി ഭൂതാന്യാത്മൈവാഭൂത് വിജാനതഃ. യസ്മിൻ സർവാണി ഭൂതാന്യാത്മൈവാഭൂത് വിജാനതഃ തത്ര കോ മോഹഃ കശോക ഏകത്വമനുപശ്യതഃ. കാരണം യസ്മിൻ സർവാണി ഭൂതാനി എന്ന് വന്നാൽ അടുത്തത് ആത്മൈവാഭൂതം പറഞ്ഞിട്ട് ഒരു അകാരം, ഒരു വർണ്ണം കൂടുതൽ വരും. അപ്പം ആ വർണ്ണം വന്നാൽ ഛന്ദസ്സിന് ഭംഗം നേരിടും. അതുകൊണ്ട് നമ്മൾക്ക് അത് ചൊല്ലാനുള്ള അവകാശം ഇല്ല. ഋഷി എപ്രകാരം ചെയ്തു വച്ചിരിക്കുന്നു അപ്രകാരമേ ചൊല്ലാൻ അവകാശമുള്ളൂ. പദച്ഛേദ പദാർത്ഥോക്തി വാക്യാർത്ഥോ വാക്യയോജന ആക്ഷേപസ്യ സമാധാനം. വ്യാഖ്യാനം പഞ്ചലക്ഷണം. വ്യാഖ്യാനം ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ പദച്ഛേദത്തിന് അവകാശമുള്ളൂ. അപ്പൊ വ്യാഖ്യാനമല്ല എങ്കിൽ ചൊല്ലും നേരം പദച്ഛേദത്തിന് അവകാശമില്ല. എപ്രകാരമാണോ അപ്രകാരം ചൊല്ലിയേ പറ്റത്തുള്ളൂ. അന്നേരം ശ്രദ്ധിക്കേണ്ടത് വർണ്ണം എങ്ങനെ കൂടുതലാവാതെ ചൊല്ലാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഭൂതാ, ഞാൻ ഇന്നലെയും പറഞ്ഞതല്ലേ ഇത്, എവിടെ ദൃഷ്ടാന്തം പറഞ്ഞത്? നിങ്ങൾ ഗീതയിൽ തന്നെ ചില സ്ഥലത്ത് എന്ത് ചൊല്ലും? ഊർധമൂലമധശാഖ. അധശ്ചൂർധം പ്രസൃതാ തസ്യ ശാഖാ ഗുണപ്രവൃദ്ധാ വിഷയ പ്രബാലാഹ. പിന്നെ
അധശ്ച മൂലാന്യനുസന്ധതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ നരൂപമസ്യേഹ തഥോപലഭ്യതേ നാന്തോ ന ചാതിർന ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂല. പിന്നെ എങ്ങനെയാ? അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ. അസംഗശസ്ത്രേനല്ല, മസംഗശസ്ത്രേന ദൃഢേന ചിത്വാന. ഇത് ഞാൻ ഇന്നലെയും പറഞ്ഞതാണ് ക്ലാസ്സിൽ. ठीक है. പറഞ്ഞു സ്വാമിജി, സോറി മറന്നു. അല്ല മറന്നുപോ. കാരണം ഞാൻ പേരെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ചില ആശ്രമക്കാര് ഇങ്ങനെ പഠിപ്പിക്കത്തുള്ളൂ, പദച്ഛേദം നടത്തി പഠിപ്പിക്കലാണ് പഠിപ്പിക്കൽ എന്നുള്ളത് കൊണ്ട് ആരും കുറ്റം പറഞ്ഞില്ല, അവരത്രയും ചെയ്യുന്നില്ലേ. പക്ഷെ പ്രശ്നം എന്താ പറഞ്ഞാൽ നമുക്ക് ഇത് അറിയാത്തത്, ഇവിടെ പദച്ഛേദം നടത്തി ചെയ്താൽ വർണ്ണം അധികം വന്നു കഴിഞ്ഞാൽ ഛന്ദസ് നഷ്ടപ്പെടും. അതിന് നമുക്ക് അവകാശമില്ലെന്നു ഋഷി അപ്രകാരം ചെയ്തു വെച്ചു, അപ്രകാരമേ നമുക്ക് പഠിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൈലാസ ആശ്രമക്കാരെ മറ്റ് ആശ്രമക്കാർ കളിയാക്കും. എവിടുന്ന് മസംഗശസ്ത്രം വന്നത്? മസംഗശസ്ത്രം പറഞ്ഞ വീട് അങ്ങനെ ഉണ്ടാവുമോ? അസംഗമായിരിക്കുന്ന ശസ്ത്രമാണിത്. അസംഗശസ്ത്രം എന്താ? സന്യാസം എന്നർത്ഥം. അസംഗമായിരിക്കുന്ന ശസ്ത്രത്താൽ ദൃഢേന ചിത്വ. അപ്പൊ മസംഗം എന്നേ ചൊല്ലാൻ പാടുള്ളൂ. പക്ഷെ അതിനെ പദച്ഛേദം നടത്തുന്നേരം മാത്രമേ അസംഗം എന്ന് പറഞ്ഞു കൊടുക്കത്തുള്ളൂ. ശ്രദ്ധിക്കണം, വർണ്ണം ചൊല്ലുന്നതിന്റെ മുന്നേ, അതിന്റെ മുന്നേ പിടിച്ചു കഴിഞ്ഞാൽ മതി അത്. ठीक है. അതേപോലെ ഇവിടെയും യസ്മിൻ സർവാണി ഭൂതാന്യാത്മൈവാ ഭൂത് വിജാനതഃ. അപ്പൊ നിങ്ങൾ നേരിട്ട് ചൊല്ലി പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഭൂത അവിടെ പിടിച്ചിട്ട് ജ്ഞാത്മൈവാ ഭൂത് പറഞ്ഞു വരും അത്. അത് ലോകത്ത് പ്രസിദ്ധമായത് ഈ എന്താണ്, ആ ആശ്രമക്കാരാണ് ലോകത്തിലേക്ക് ഇറങ്ങി ചെന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് രണ്ടക്ഷരം പഠിക്കാൻ പറ്റി. പക്ഷെ അവർ ചെയ്ത സമയത്ത് ജനങ്ങൾ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പദം ഛേദം നടത്തിയിട്ട് പഠിപ്പിക്കല്. അപ്പൊ എല്ലാരും അതേ ഇത് ചൊല്ലി ശീലിച്ചു. യസ്മിൻ എന്ന് നോക്കിയോ, യസ്മിൻ സർവാണി ഭൂതാനി ആത്മേവ ഭൂത്. യസ്മിൻ എന്ന് പറയും, യസ്മിൻ ആത്മനി, യസ്മിൻ കാലേ എന്നാക്കി മാറ്റും. ഏതൊരു ആത്മാവിൽ, ഏതൊരു കാലത്ത്, അതായത് ജ്ഞാനിയുടെ ജ്ഞാനകാലത്ത് എന്നർത്ഥം. ജ്ഞാനിക്ക് ജ്ഞാനം ഉണ്ടാവുന്ന സമയത്ത് അത്രേ ഉള്ളൂ. സർവാണി ഭൂതാനി പൂർവോക്താനി എന്ന് മനസ്സിലാക്കിക്കൊള്ളാം. മുമ്പ് പറഞ്ഞ ഭൂതങ്ങൾ ഉണ്ടല്ലോ, മുമ്പ് പറഞ്ഞ ഭൂതങ്ങൾ ഏതൊക്കെയായിരുന്നു? പറയപ്പെട്ട ഭൂതങ്ങൾ ഏതൊക്കെയായിരുന്നു? പറ, മുമ്പ് പറയപ്പെട്ട ഭൂതങ്ങൾ ഏതൊക്കെയാ? എല്ലാ ഭൂതങ്ങളും. എല്ലാം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ഒന്ന് വിശദീകരിക്കണം. അവിടെ അങ്ങനെ തന്നെ പറഞ്ഞത്, യസ്തു സർവാണി ഭൂതാനി. സകല ഭൂതങ്ങളും തന്നിൽ തന്നെ അറിയുന്നതും ക്ലിയർ ആയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്താണെന്നുള്ളത്. ബ്രഹ്മമൊഴിച്ചെല്ലാം മായ തുടങ്ങി. മായ തുടങ്ങി മുതൽ സ്ഥാവരം വരെ എന്ന് പറഞ്ഞിട്ട് അത്രയും മനസ്സിലാക്കിക്കോളൂ. അതേ വസ്തുക്കൾ തന്നെ, അതേ വസ്തുക്കളെ കുറിച്ച് എന്താ പറഞ്ഞത്? ആ 6ാമത്തെ മന്ത്രത്തില് ഈ വസ്തുക്കളെ കുറിച്ച് എന്താ പറഞ്ഞത് എന്നൊരു സംബന്ധിതാർത്ഥം പറഞ്ഞു തരാമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായ പറഞ്ഞാൽ മതി. ആ ഭൂതങ്ങളെ കുറിച്ച് കഴിഞ്ഞ മന്ത്രത്തിൽ എന്താണ് പറഞ്ഞത്? മായ മുതൽ സ്ഥാവരം വരെയുള്ള സർവ്വഭൂതങ്ങളും ആത്മനിൽ, അതിന്റെ അടിസ്ഥാനമായ ആത്മാവിൽ എപ്രകാരം ഘടത്തിന്റെ അടിസ്ഥാനം അതിന്റെ അടിസ്ഥാനമായ ആത്മ തന്നെയാണ്. സ്വരൂപം ആത്മ തന്നെയാണ്. മായ മുതൽ സ്ഥാവരം വരെയുള്ള സകലത്തിന്റെ സ്വരൂപം ആത്മ തന്നെയാണ്. അപ്പൊ ആത്മാവിൽ ഭിന്നമായിട്ട് വസ്തുക്കൾക്ക് അസ്തിത്വമില്ല, അത്രയല്ലേ ഉള്ളൂ. അതെ. ഇത് ശ്രുതിയിലൂടെ പറഞ്ഞിട്ട് അത് ബോധിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് അപ്പം പറയുന്നുള്ളൂ. അതേ ഉള്ളതില്ല, വലിയ കാര്യമൊന്നുമില്ല. കഴിഞ്ഞ മന്ത്രം അറിയാമെങ്കിൽ ഈ മന്ത്രം മനസ്സിലായി. അവിടെയാണ് പറയുന്നത് ആത്മീവാഭൂത്, ആത്മ മാത്രമായി മാറി. എന്ത്? സർവാണി ഭൂതാനി. ഏതുപോലെ? എപ്പോഴാണോ കയറിൽ സർപ്പം കാണപ്പെടുമ്പോൾ സർപ്പത്തെ കയറിനെ തന്നെ സർപ്പമായിട്ട് മനസ്സിലാക്കുകയാണ്. പക്ഷെ അത് കയറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്നവൻ പറയും അത് കയറിലെ സർപ്പമാണ്, അല്ലേ? അപ്പൊ അവനോട് ശബ്ദപ്രയോഗം നടത്തുകയാണ്, മോനെ അത് ആ സർപ്പം കയറാണ്. കാരണം സർപ്പത്തിന് കയറിൽ നിന്ന് ഭിന്നമായിട്ട് അസ്തിത്വമില്ല. ആ കയർ സർപ്പത്തിലും കാണപ്പെടുന്നുണ്ട്, സർപ്പം കയറിൽ കൽപ്പിതമായിട്ടും കാണപ്പെടുന്നുണ്ട്. സർപ്പം കയറിൽ കൽപ്പിതമായിട്ടും കാണപ്പെടുന്നു, സർപ്പത്തിലൂടെ കയർ അധിഷ്ഠാന വസ്തുവായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാണപ്പെടുന്നതല്ല, നിലനിൽക്കുകയാണ്. അതായത് നമ്മൾ ഒരു ഘടത്തെ കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് ഘടമാണ്.
ശ്രുതി പറയുന്നത് അത് മൃത്താണ്. അപ്പോൾ എന്തായിട്ട് മനസ്സിലാക്കണം? ഘടത്തെ മൃത്താക്കിയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നതിന് മുന്നേ, അത് അതായത് ഘടമല്ല വെറും മൃത്തേ ഉള്ളൂ എന്ന് മനസ്സിലാവുന്നതിന് മുന്നേ നമ്മൾ ഘടത്തെ മറ്റൊരു വസ്തുവായിട്ട് കണ്ടിരുന്നു, അല്ലേ? ഉദാഹരണത്തിന് അടുത്തത്, കയറില് സർപ്പം കണ്ടപ്പോൾ അത് സർപ്പം തന്നെയാണ്, കയറല്ല എന്നാണ് മാനിച്ചത്. അവനോട് പറയാണ് ആ കയറ് മാത്രമാണ് സർപ്പം, അതാണ് സകല ഭൂതങ്ങളിലും അധിഷ്ഠാനം ഉണ്ടെന്ന് പറഞ്ഞത്. രണ്ടാമത്തേതാണ് ആ സർപ്പം കയറിൽ ഇരിക്കുകയാണ് താതാത്മ്യേന എന്ന് പറഞ്ഞാൽ കയറിൽ കൽപ്പിത മാത്രമായിരുന്നു സർപ്പം എന്ന് മനസ്സിലായി. ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ആരാണോ ഇതിനെ മനസ്സിലാക്കുന്നത് അവൻ സർപ്പത്തെ എന്തായിട്ട് കാണും? കയറായിട്ട് കാണും. അതിന് അർത്ഥം എന്താ? ഇവിടെ എന്താ പറഞ്ഞത്? സർവം ആത്മൈവ അഭൂതന, എല്ലാം ആത്മാവായിരിക്കുന്നുവോ. അതായത് കയറിലെ സർപ്പജ്ഞാനം മാറി സർപ്പം കയറായി മാറിപ്പോകുന്നു. കയറിലെ സർപ്പജ്ഞാനം മാറി സർപ്പം കയറായി മാറിപ്പോകുന്നു പറഞ്ഞാൽ അവിടെ കയറ് മാത്രമേ ഉള്ളൂ, സർപ്പം ഇല്ല എന്നുള്ള ഒരു ജ്ഞാനം ഉണ്ടാവുന്നു, അല്ലേ? ആ ജ്ഞാനത്തോടുകൂടി എന്താ അവശേഷിക്കും? കയറ് മാത്രം അവശേഷിക്കും, സർപ്പം പിന്നെ ഇരിക്കത്തില്ല. ഇതുപോലെ സകല വസ്തുക്കളും ബ്രഹ്മവസ്തുവ മാത്രമാണെന്നുള്ള ശ്രുതിയുടെ അറിവിൽ നിന്ന് അറിഞ്ഞവന് എന്ത് മനസ്സിലാക്കാം? അവന്റെ അറിവെന്താണ്? ഇങ്ങനത്തെ ഒരു ജഗത്തില്ല, അധിഷ്ഠാന ബ്രഹ്മം മാത്രമായിരുന്നു. ഈ അറിവോടുകൂടി എന്ത് സംഭവിച്ചു? സകല ഭൂതങ്ങളും, അതായത് മായ മുതൽ പുൽക്കൊടി വരെയുള്ള വസ്തുക്കൾ ആത്മസ്വരൂപമായി മാറിപ്പോയി. അതായത് കയറിലെ സർപ്പം വെറും ജ്ഞാനം മാത്രമായിരുന്നു, ജ്ഞാനത്തിൽ ഭിന്നമായിട്ട് കയറിൽ സർപ്പമില്ലായിരുന്നു. കയറിനെ തിരിച്ചറിയുന്നതോടുകൂടി സർപ്പം നഷ്ടപ്പെട്ടപ്പോൾ സർപ്പം എന്തായി എന്നാ പറയുന്നത്? കയറായി. വാസ്തവത്തില് സർപ്പം ഉണ്ടോ അവിടെ? കയറാവാൻ ഇല്ല. കയറിനെ സർപ്പമായിട്ട് ധരിച്ചത് കൊണ്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കുകയാണ് ആ കയറ് സർപ്പരൂപത്തിൽ ഭാസിച്ചു എന്നേ ഉള്ളൂ, വാസ്തവത്തിൽ കയറ് മാത്രമായിരുന്നു, ആയതിനാൽ അവിടുത്തെ സർപ്പം കയറാവുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെയുള്ള ഈ ജഗത്ത് മൊത്തം ബ്രഹ്മത്തിന്റെ കൽപ്പിത വസ്തു, അതായത് വിവർത്തമായിട്ടിരിക്കുന്നതിനാൽ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഈ സത്ത ഉൾക്കൊള്ളുന്ന ഒരു സത്ത ഉൾക്കൊള്ളുന്ന വസ്തു അല്ല ജഗത്ത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ അവശേഷിക്കും? ബ്രഹ്മം മാത്രം അവശേഷിക്കും. അറിയുന്നവനെ സംബന്ധിച്ച് അറിവോടുകൂടി അധിഷ്ഠാനം മാത്രം അവശേഷിക്കും. കയറിലെ സർപ്പജ്ഞാന സ്ഥലത്ത് സർപ്പം മാറിയിട്ട് കയറ് അവശേഷിച്ചാലും കയറിനെ കാണുന്ന ഒരുത്തൻ മാറി നിൽക്കും. പക്ഷെ ബ്രഹ്മബോധ സ്ഥലത്ത് തന്നിലാണ് ഈ ജഗത്ത് മൊത്തം കൽപ്പിതമായത് എന്നുള്ളതിനാൽ തന്റെ അറിവോടുകൂടി ജഗത്ത് മൊത്തം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ താനായിരിക്കുന്ന ഒരു വസ്തു അവശേഷിക്കുന്നു എന്നല്ലാതെ പിന്നെ രണ്ടാമത്തെ വസ്തു അവശേഷിക്കത്തില്ല. ഇങ്ങനെ ഒരു ബോധമുള്ള ജ്ഞാനി ആര് വരുമ്പോഴാണ് ചാക്ക് കൊടുത്ത് സർവേക്കല്ല് കയറി ഇരുന്നിട്ട് ജ്ഞാനിയെടുത്തും സിദ്ധിക്കാൻ പോകുന്നത്? ഇതാദ്യം മനസ്സിലാണ്. ഞാൻ ഇത്രയും പറഞ്ഞ വാക്യം കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനം മനസ്സിലാവും. ഇല്ലെങ്കിൽ എന്നും ചാക്ക് സ്വാമി ശരണം സിന്ദാബാദായിരിക്കും. ഒന്നുകിൽ ചാക്ക്, അല്ലെങ്കിൽ അതിന്റെ പിറകിൽ ഒരു കഥയുണ്ടാവും. കുഞ്ഞ് പാൽ കുടിക്കുന്നതിന് മുന്നേ ആശ്രമത്തിൽ പോയി തുടങ്ങിയതാണ്, സിദ്ധനായിരുന്നു. ഒരു സിദ്ധനെ കുറിച്ച് എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചിരി അടക്കാൻ പറ്റത്തില്ല. അയ്യോ, കുഞ്ഞിന്റെ വീട്ടിൽ എന്ന് പറയാ കുഞ്ഞിന് ഇഴഞ്ഞു നടക്കാൻ പോലും പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാന്നോ? നാലുപാടും വീട്ടില് റൂമിലെ സിദ്ധന്മാരിരുന്ന് തപസ്യല്ലേ കുഞ്ഞിന്റെ. കുഞ്ഞിനെ എവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ പറ്റിയത്? ഇജാതി കഥയായിട്ടാണ് നമ്മുടെ സാമ്യന്മാര് പുറത്തിറങ്ങി കിടക്കുന്നത്. എല്ലെണ്ണത്തിനും ആളാവുക എന്നല്ലാതെ ശാസ്ത്രം അന്വയിക്കുന്ന പരിപാടിയൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഈ ബോധം ഇല്ലെങ്കിലും എന്തെങ്കിലും സിദ്ധി കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സന്യാസിയെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കും. ഇതിന് സിദ്ധി കിട്ടാത്തത് കൊണ്ട് കോടങ്കി ശാസ്ത്രവും സംഖ്യാശാസ്ത്രവും ജാതകവും പഠിച്ചിട്ട് മറ്റുള്ളവന്റെ മനോകാമനയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവൻ അവന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ വ്യവഹരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും പറയേണ്ടി വരുന്നത്? ചോദ്യങ്ങൾ അങ്ങനെയാണ് പലരും ഉന്നയിക്കുന്നത്. കോൺബിറ്റ് ചെയ്ത് ചോദിക്കുന്നതനുസരിച്ച് നിങ്ങളൊക്കെ പെട്ട ടീമാണല്ലോ, അതുകൊണ്ട് ആൻസർ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ ഈ ക്ലാസ് എടുക്കുന്നവർ ഒരിക്കലും പറയേണ്ട വിഷയമല്ല അത്. ഇനി പറയാണ്, ഇങ്ങനെ അറിഞ്ഞവനെ സംബന്ധിച്ച് വിജാനത, ഓക്കെ, അറിയുന്നവനെ സംബന്ധിച്ചാണ് എന്തായി മാറുന്നത്? വിജാനത എന്നുള്ളത് മുതൽക്ക് തുടങ്ങിക്കോ. വിജാനത, അറിയുന്നവന്. എന്തറിയുന്നവന്? അധിഷ്ഠാന തത്വത്തെ അറിയുന്നവന് എന്ത് പറ്റി? സർവം ആത്മേവാഭൂത്.
വിജാനതഃ യസ്മിൻ സർവാണി യസ്മിൻ കാലേ യസ്മിൻ ആത്മനി. അറിയുന്നവനെ സംബന്ധിച്ച് അറിയുള്ള കാലത്ത് ആ അറിവുള്ള ആത്മാവിൽ സകല ഭൂതങ്ങളും കൽപ്പിതമായിരിക്കുന്ന എല്ലാ വസ്തുക്കളും ആത്മസ്വരൂപമായി മാറിക്കഴിഞ്ഞു. അതെന്തുകൊണ്ടാ? അവന്റെ അജ്ഞാനത്തിന്റെ കാര്യമായിരുന്നു ഈ സകല വസ്തുക്കളും. അജ്ഞാനം മാറിയതോടുകൂടി അജ്ഞാനത്തിന്റെ കാര്യമായിരിക്കുന്ന സകല വസ്തുക്കളും ആത്മസ്വരൂപമായി മാറിപ്പോയി. കയറിലെ അജ്ഞാനത്തിന്റെ കാര്യമായിരുന്നു സർപ്പം. കയറിന്റെ ജ്ഞാനം ഉണ്ടായതോടുകൂടി കയറിന്റെ അജ്ഞാനം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അജ്ഞാന കാര്യമായിരിക്കുന്ന സർപ്പം കയറായി അവശേഷിച്ചു. ഇത്രയുള്ള സംഭവമെങ്കിലും ഇത് മനസ്സിലാക്കാനും ഇത് പറഞ്ഞു ഫലിപ്പിക്കാനും കുറെ സമയത്തെ മെനക്കേടുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇതിനെ തറവാക്കി എടുക്കുക. പരസ്പരം പറഞ്ഞും ചോദിച്ചും ഒക്കെ വേണം. പിന്നെ ഹയർ ടെക്സ്റ്റ് പഠിച്ച് പിന്നെ ഇത് വാഴ്ത്താരിയാണിത്. ഇത് എങ്ങനെ പിടിച്ചാലും അതിന്റെ ഒരു സ്ട്രക്ചർ നമ്മളെ കയ്യിൽ വരുന്നത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഹയർ ടെക്സ്റ്റിൽ ഇതിന്റെ രീതി പല രീതിയിൽ അവതരിപ്പിക്കുക. ഇവിടുന്ന് എല്ലാറ്റിൽ നിന്നും എടുത്തിട്ട് സമ്മറി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇത് തന്നെ പാടാ. അപ്പോൾ ഇതിന്റെ നിധിധ്യാസനം കഴിഞ്ഞ് ബ്രഹ്മാകാര വൃത്തിയിലെത്തുന്നത് എന്തായിരിക്കും ആലോചിച്ചാൽ മതി. അങ്ങനെ നിങ്ങളുടെ മന്ത്രം കഴിഞ്ഞു. നോക്കണം, ഈ ചെറിയൊരു മന്ത്രത്തിന് പോലും ഡേറ്റ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കിയോ. തത്ര തസ്മിൻ കാലേ തസ്മിൻ ആത്മനി എന്നാട്ടോ തത്രയ്ക്ക് അർത്ഥം. കോ മോഹ, ഇത് ചോദ്യമല്ല, ആക്ഷേപമാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന ഒരു ജ്ഞാനിക്ക് എന്ത് മോഹം, എന്ത് ശോകം. അതായത് ജ്ഞാനിയെ സംബന്ധിച്ച് ശോകമോഹങ്ങളൊന്നും ഇല്ലേ. അതിന് കാരണം എന്താ? ഏകത്വം പനുപശ്യത. പശ്യത അറിയുന്നവന് കിം പശ്യത ഏകത്വം പശ്യത. അതെങ്ങനെയാണ് അവൻ ഏകത്വത്തെ അറിഞ്ഞത്? അനു എന്ന് പറഞ്ഞത് അർത്ഥം ഗുരുപദേശാനന്തരം എന്നർത്ഥം. അനുപശ്യത ഗുരുപദേശത്തിൽ നിന്ന് ഏകത്വം അനുപശ്യത. ഏകത്വം മനസ്സിലാക്കിയവനെ സംബന്ധിച്ച് അവൻ ആരായിരിക്കും? വിജ്ഞാനിയാണോ അജ്ഞാനിയാണോ? ജ്ഞാനി. ജ്ഞാനിയെ സംബന്ധിച്ച് തസ്മിൻ തത്ര എന്ന് പറഞ്ഞാൽ തസ്മിൻ ആത്മനി, ജ്ഞാനിയുടെ ആത്മാവിൽ നിന്ന് ഉദ്ദേശിച്ച് ജ്ഞാനിയുടെ അന്ധകരണത്തിൽ. ഓ മോഹ, അവനെന്ത് മോഹം? കശോക, എന്ത് ശോകം. അതായത് ശോകമോഹങ്ങളാണ് സംസാരത്തിലെ പ്രവൃത്തിക്ക് കാരണം. ശോകമോഹങ്ങൾ കൊണ്ട് പിന്നെ ഇച്ഛ ഉണ്ടാവുകയാണ്. ഇച്ഛയിൽ നിന്ന് കർമ്മം ജനിക്കുകയാണ്. ഇതിന്റെ എല്ലാറ്റിന്റെയും കാരണമായിട്ട് അവിദ്യ നിലനിൽക്കും. അപ്പൊ അവിദ്യ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ശോകമോഹങ്ങളില്ല. ശോകമോഹങ്ങളില്ലാത്തത് കൊണ്ട് പ്രവൃത്തി ഉണ്ടാവത്തില്ല. ഇനി ഭാഷ്യം. നിങ്ങളെ മന്ത്രം എന്താണ്? യസ്മിൻ സർവാണി. ഭാഷ്യത്തില് യസ്മിൻ എന്താർത്ഥം? കാലേ, ഏത് കാലത്താണോ. അല്ലെങ്കിൽ എന്താർത്ഥം? യഥോക്ത ആത്മനി വാ. രണ്ടായാലും കൊള്ളാം. ഈ രണ്ടിന്റെയും 10-11 ടിപ്പണികൾ നോക്കിയേ. അതിഗഹനസ്യ തത്വസ്യ, അതിഗഹനമായിരിക്കുന്ന തത്വമാണ് ആത്മതത്വം. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഗഹനം എന്ന് പറഞ്ഞത്. ജഡത്യവ ബുദ്ധി ആരോഹാഭാവം അഭിപ്രത്യ. ജഡിതി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബുദ്ധിയിൽ ആരോഹണം നടത്തത്തില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ വിഷയമായി മാറത്തില്ല ആ കേവല ബ്രഹ്മചൈതന്യം. അത് എന്ന് അഭിപ്രായപ്പെട്ടും കൊണ്ട് പറഞ്ഞതാണ് എന്ത്? യസ്മിൻ കാലേന്ന്. ഏത് കാലത്താണോ. ഏത് കാലത്താ? അനേക ജന്മ സംസിദ്ധ, അനേക ജന്മത്താൽ സംസിദ്ധമായിരിക്കുന്ന പുണ്യത്തിൽ നിന്ന് മാത്രമേ ജ്ഞാനം ഉത്പന്നമാകത്തുള്ളൂ എന്നർത്ഥം. ബഹൂനാം ജന്മനാമന്ത്രി ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ. അനേക ജന്മങ്ങൾ തീർന്നിട്ടാണ് ഒരു ജ്ഞാനി എന്നെ പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ ഈ ജ്ഞാനമാർഗത്തിൽ തന്നെ എത്രയോ ജന്മങ്ങൾ ചരിച്ചിട്ടുണ്ട്. അതായത് ജ്ഞാനമാർഗത്തിൽ തന്നെ ഇതിന്റെ ശ്രവണ മനന നിധിധ്യാസനം നടത്തി എങ്ങനെയൊക്കെയോ ജീവിച്ചു പോയവനാണിത്. അവിടെയാണോ നിങ്ങൾ ഒരു മന്ത്രവും സഹസ്രനാമവും കുട്ടിച്ചാത്തം സേവയായിട്ട് ഇറങ്ങുന്ന മക്കളെ? ദേവതകൾക്ക് അതിന്റെ പ്രാധാന്യം ഇല്ല എന്നല്ല, പക്ഷെ ശ്രദ്ധിക്കണം ഇത് എവിടെയാ, ഏത് കാര്യത്തെയാണ് നിങ്ങൾ കൂട്ടിക്കെട്ടുന്നത് എന്നുള്ളത്. അതിന് അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് യസ്മിൻ കാലേ എന്ന് പറയുക. ഏതൊരു കാലത്താണോ. ഇനി 11 നമ്പർ ടിപ്പണി കൂടി നോക്കിയോ. അധികാരി ദൗർലഭ്യം വാ യസ്മിൻ നിധി വിവക്ഷിതമിത്യാശയേന ആഹാ. ഈ ജ്ഞാനത്തിനുള്ള അധികാരി വളരെ ദുർലഭമാണ് എന്നുള്ള ആശയം മുൻനിർത്തിയാണ് യഥോക്താത്മനി എന്ന് പറഞ്ഞത്. എന്താണ് അർത്ഥം? അനേജത് ഇത്യാദിന രൂപേണ അവഗത ആത്മനീത്യർത്ഥ. അനേജദേകം മനസ്സോ ജരീയോ ഇത്യാദി ശ്രുതികളിലൂടെ പറയപ്പെട്ട ആത്മാവുണ്ട്. ആ ആത്മാവിനെ എപ്പോഴാണോ ഒരുത്തൻ അറിയുന്നത് ആ കാലത്ത് ആ ആത്മാവിൽ എന്നർത്ഥം. ആത്മാവ് ഉദ്ദേശിച്ചത് ആ ജീവനിൽ എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ ശുദ്ധബ്രഹ്മത്തിൽ എന്നുള്ള അർത്ഥത്തിലല്ല.
ശുദ്ധബ്രഹ്മത്തെ മനസ്സിലാക്കിയിരിക്കുന്ന ആ ജീവനെ സംബന്ധിച്ച് എന്നാണ് ഇവിടെ പറഞ്ഞത്. യസ്മിൻ കാലി യഥോക്താത്മനി. വാ എന്നുള്ളത് വികല്പമല്ല, രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് ഏത് കാലത്താണോ ഏതൊരാത്മാവിലാണോ രണ്ടും അർത്ഥം ഉണ്ടെന്ന് അർത്ഥം. താന്യവ ഭൂതാനി. ടിപ്പണി ഒന്ന് നോക്കിയേ. താനി എന്ന് ഉദ്ദേശിച്ചത് അവ, ആ ഭൂതങ്ങൾ. ഏത് ഭൂതങ്ങൾ? ടിപ്പണി പറഞ്ഞ ഒന്നില് അവ്യക്താദീനി, 25ാമത്തെ പേജിലാണ്. അവ്യക്തം മുതല് സ്ഥാവരാന്തം വരെയുള്ള ഭൂതങ്ങൾ. ഭൂതാനി സർവാണി പരമാർത്ഥ ആത്മദർശനാത് ആത്മേവ ഭൂത് ആത്മേവ സംവൃത്തഃ പരമാർത്ഥ വസ്തു വിജാനതഃ തത്ര തസ്മിൻ കാലേ തത്ര ആത്മനി വാ കോ മോഹഃ ക ശോകഃ. ഈ മൊത്ത സെന്റൻസ് നമുക്ക് പാതിയായിട്ട് ഛേദനം നടത്തിയിട്ട് അന്വയിക്കണം. അതാണ് ഭാഷ്യത്തിന്റെ ശൈലി. ഭാഷ്യം നിങ്ങൾ മറ്റ് സാമാന്യ ടെക്സ്റ്റുകളുള്ളത് പോലെ നേരിട്ട് വായിച്ച് അന്വയിക്കാൻ പറ്റുന്നില്ല. പാതിയുടെ അന്വയം കഴിയും, പിന്നെ പാതിക്ക് വേറെ അന്വയിക്കായിരിക്കും. അത് സാമാന്യമായിട്ട് അങ്ങനെയാണ് വരിക. മനസ്സിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുക. അതിന് സെന്റൻസിൽ ഇടയ്ക്കുള്ള വരയൊക്കെ പിന്നക്കാലത്ത് വന്നതാണ്. ഇതിനൊരു സ്ഥലത്തും ഫുൾ സ്റ്റോപ്പ് ഇല്ല. അർത്ഥത്തിനനുസരിച്ച് അത്രയും ഭാഗം എടുത്ത് സംസാരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിൽക്കാലത്താണ് ഇതിന്റെയൊക്കെ ദണ്ഡയൊക്കെ കയറി വരുന്നത്. അത് നിങ്ങളുടെ ഭാഷാശൈലി മനസ്സിലാവും ഇതെങ്ങനെയാ പറഞ്ഞു പോകുന്നത് എന്നുള്ളത്. താനീവ ഭൂതാനി കാനി സർവാണി കസ്മാദാരഭ്യ. എവിടം തുടങ്ങിയിട്ട്? അവ്യക്താത് മായാതഃ ആരഭ്യ. മായയിൽ നിന്ന് തുടങ്ങിയിട്ട് എവിടം വരെ? ഏതൊരു ചെറിയൊരു പരമാണു രൂപം വരെ ഇരിക്കട്ടെ. അവ എന്തായി? ആത്മേവാഭൂത്. ഇടയ്ക്കുള്ള ഭാഗം എടുത്തുകളാ. സർവാണി ഭൂതാനി ആത്മേവാഭൂത്. അഭൂത് എന്നുള്ളതിന്റെ അർത്ഥമാണ് സംവൃത്ത, സമ്പന്നമായിരിക്കുന്നുവോ. എപ്പോഴാണോ സകല ഭൂതങ്ങളും ആത്മസ്വരൂപമായി മാറിയിരിക്കുന്നത്, എപ്പോൾ? ആ കാരണമാണ് ഇടയ്ക്ക് അവതരിപ്പിക്കുന്നത്. പരമാർത്ഥ ആത്മദർശനാത്. പരമാർത്ഥ വസ്തു ആരാ? കൈകാലം വെച്ച രൂപമൊന്നല്ലത്. നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനായിരിക്കുന്ന പരമാത്മാവിൽ ജഗത്ത് മൊത്തം അധ്യസ്ഥമാണ്. പരമാർത്ഥ വസ്തു ഏതാ? 2ാം നമ്പർ ടിപ്പണി കാണും. സർവാത്മഭാവ അവാപ്തോ. സർവാത്മഭാവം പ്രാപിക്കാനായിട്ട്. അവാപ്തി എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക. അവാപ്തോ പ്രാപ്തി അർത്ഥം എന്നർത്ഥം. അതായത് ജ്ഞാനത്തിന്റെ ഫലമാണെന്ത്? സർവാത്മഭാവം. സർവാത്മഭാവം എന്ന് പറയുന്നത് അർത്ഥം സർവത്തിന്റെയും ആത്മാ ഞാനാണ് എന്നുള്ള സ്ഥിതിയാണ് സർവാത്മഭാവം. സർവത്തിന്റെയും ആത്മ ഞാൻ എങ്ങനെയായി? ഇതൊന്ന് പറഞ്ഞാരെങ്കിലും. ഇത്രയും കേട്ടിട്ട് പരിചയത്തില് ചെറിയൊരു ചോദ്യം. സർവത്തിന്റെ ആത്മ ഞാൻ എങ്ങനെയായി? ഇത് മനസ്സിലായാൽ ഈശാവാസ്യം മനസ്സിലായി എന്ന് പറയാം. ठीक है. ഇതെല്ലാം എല്ലാ സ്ഥലത്തേക്കുള്ള ഒരേ ഒരു ഘട്ടമേ ഉള്ളൂ. വസ്തുക്കൾ തന്നിൽ കൽപ്പിതമായതിനാൽ വസ്തുക്കളുടെ, അതായത് കൽപ്പിത വസ്തുക്കളുടെ സ്വഭാവം കൽപ്പനയ്ക്കുടെ അധിഷ്ഠാനമായിരിക്കും. ഒന്ന്, കാര്യകാരണഭാവം മാനിച്ചു കഴിഞ്ഞാല് കാര്യങ്ങളുടെ സ്വഭാവം കാരണമായിരിക്കും. അപ്പൊ സ്വഭാവം എന്നുള്ളത് ആത്മാ. അപ്പൊ കാര്യകാരണഭാവം നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങളുടെ ആത്മാ കാരണമാണ്. കൽപ്പിത അധിഷ്ഠാന ഭാവരൂപത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ കൽപ്പിത വസ്തുക്കളുടെ സ്വരൂപം എന്നുള്ളത് അധിഷ്ഠാനമായിരിക്കും. രണ്ട് രീതിയിലും സകല വസ്തുക്കളും ഞാനാകുന്നു. കാരണം എന്നിൽ കൽപ്പിതം അല്ലെങ്കിൽ എന്റെ വിവർത്തം. അപ്പൊ ഞാൻ ആരാ? സ്വരൂപം, അധിഷ്ഠാന സ്വരൂപം. അതായത് ആ അധിഷ്ഠാന സ്വരൂപം ബ്രഹ്മസ്വരൂപല്ലേ? അത് നിങ്ങൾക്ക് പ്രാപിക്കേണ്ടതല്ലേ? അല്ല, പിന്നെ ഏതാത്? അത് തിരിച്ചറിയുക മാത്രമേ വേണ്ടൂ. ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് പ്രാപിക്കേണ്ടതല്ലേന്ന് ചോദിച്ചു. അതിന് ഉത്തരം അതിനനുസരിച്ച് പ്രാപിക്കേണ്ടതല്ല, എന്റെ തന്നെ സ്വരൂപമാകുന്നു. പ്രാപിക്കേണ്ടതല്ല എന്റെ തന്നെ സ്വരൂപമാണ്. അപ്പൊ നിങ്ങളാണോ ഈ ജഗത്ത് മൊത്തം കൽപ്പിച്ചേ? ഞാനാകും. എന്റെ അജ്ഞാനം കൊണ്ട് ഞാൻ കൽപ്പിച്ച ജഗത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതാണ് സത്യം. ठीक है. ഇത് പറയാണ് പരമാർത്ഥ ആത്മദർശനാത്. ടിപ്പണി സോറി, 2ാം നമ്പർ ടിപ്പണി തീർന്നിട്ടില്ല. സർവാത്മഭാവ അവാപ്തോ. സർവാത്മഭാവ പ്രാപ്തിക്കായിട്ട് ജ്ഞാന അതിരിക്ത സാധനാഭാവം സൂചയതി. ജ്ഞാനത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഒരു സാധനത്തിന്റെ ആവശ്യമില്ല സർവാത്മഭാവ പ്രാപ്തിക്കായിട്ട്. അന്നപ്പോൾ ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണോ? ജ്ഞാനം കൊണ്ട് സർവാത്മഭാവ പ്രാപ്തി ഉണ്ടായി എന്നർത്ഥം ഉണ്ടോ? ജ്ഞാനത്തിൽ നിന്ന് ഭിന്നമായിട്ട് സർവാത്മഭാവ പ്രാപ്തിക്ക് കാരണമില്ല. അപ്പൊ ജ്ഞാനം സർവാത്മഭാവ പ്രാപ്തിക്ക് കാരണമായി എന്നർത്ഥം ഉണ്ടോ? അങ്ങനെ കാരണമില്ല. പിന്നെ ജ്ഞാനം കൊണ്ട് എന്ത് കിട്ടി നിങ്ങൾക്ക്? ഞാൻ പണ്ടേ സർവാത്മ പ്രാപ്തനായിരുന്നു. പക്ഷെ എന്റെ അജ്ഞാനം അതെന്നെ അല്ല, എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ സർവാത്മനാണെന്ന്. അപ്പൊ അജ്ഞാനം നീങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ സർവാത്മനാണ് എന്തെന്ന് ചോദിച്ചാൽ എവിടത്തെയും കൊണ്ടുപോകും.
അതായത് അജ്ഞാനമാണ് സർവം അല്ല എന്നുള്ള തോന്നിച്ചയ്ക്ക് കാരണം. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നഷ്ടപ്പെടുക മാത്രം മതി. പിന്നെന്താ? സർവാത്മ എന്നുള്ളത് തന്റെ സ്വരൂപമാണ്. സ്വരൂപം പണ്ടേ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അജ്ഞാനം കൊണ്ട് താദൃശ അവാപ്തി ഇല്ലാത്തതുപോലെ ഭാസിച്ചു എന്ന് മാത്രം. അപ്പൊ അജ്ഞാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നൊന്നുമില്ല, സർവാത്മഭാവം പ്രാപ്തമായി. അപ്പൊ എന്താ സൂചിപ്പിക്കുന്നത്? പരമാർത്ഥ ജ്ഞാനം ആവശ്യമുണ്ടെന്ന് അല്ലേ? അപ്പൊ ചില ഗുരുക്കന്മാര് പറയുന്നതോ ബ്രഹ്മജ്ഞാനം ഒന്നും ഉണ്ടാവില്ല മക്കളെ, അത് ശരിയാണോ? അല്ല, ഒരു ടെക്സ്റ്റിലെങ്കിലും നിശ്ചയിക്ക്. പരമാർത്ഥ ദർശനാത് എന്നാ പറഞ്ഞത്. പരമാർത്ഥ ആത്മാവിന്റെ ജ്ഞാനം. ഈ പരമാർത്ഥ ആത്മാവിന്റെ ജ്ഞാനം എങ്ങനെ ഉണ്ടാവണം? ഇത് എന്നാണോ അല്ല അഹമസ്മി എന്നാണോ? അയം അഹമസ്മി, ഈ ആത്മാ ഞാനാകുന്നു എന്നുള്ള ഐക്യജ്ഞാനം ഉണ്ടാകുമ്പോഴാണ് സർവാത്മഭാവ അവാപ്തി ഉണ്ടാകുന്നത്. ഇനി നോക്കിക്കോ, യസ്മിൻ സർവാണി ഭൂതാനി പരമാർത്ഥ ആത്മദർശനാത്, പരമാർത്ഥമായിരിക്കുന്ന ആത്മാവിന്റെ ഐക്യജ്ഞാനത്തോടുകൂടി ഏതൊരു സകല ഭൂതങ്ങളും ആത്മേവാഭൂത്, ആത്മാവായി മാറിയിരിക്കുന്നുവോ? ആത്മാവായി മാറാൻ വേണ്ടി അവിടെ ഭൂതങ്ങളുണ്ടോ? ഇല്ല. നോക്കണം, ഇവർ പറയും ആത്മാവായി മാറിയെന്ന്. അത് ഏതുപോലെ മാത്രമാ? കയറിൽ കൽപ്പിതമായിരിക്കും സർപ്പം കയറായത് പോലെയാ. സർപ്പം എങ്ങോട്ട് പോകാന്? എങ്ങോട്ടും പോകത്തില്ല. കയറാകുമോ? ആവത്തില്ല. പിന്നെന്താ ഇങ്ങനെ ശബ്ദപ്രയോഗം? അത് മനസ്സിലാക്കിക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാ. ഇതുവരെ നമ്മൾ സർപ്പം എന്ന് ധരിച്ചത് കയറായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ആ സർപ്പം കയറായി മാറി എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് ഈ സകല ഭൂതങ്ങളും ആത്മാവായി മാറി എന്ന് പറഞ്ഞാൽ, ആത്മാവിൽ കൽപ്പിതമായിരുന്നു ഈ ഭൂതങ്ങൾ, ആത്മജ്ഞാനത്തോടുകൂടി കൽപ്പിതമായിരിക്കുന്ന ഭൂതങ്ങളെ നഷ്ടപ്പെട്ടു പോയി. ആത്മൈവ അഭൂതന്റെ അർത്ഥമാണ് ആത്മൈവ സംവൃത്ത. ടിപ്പണി എന്താണ്? ടിപ്പണി 2 ബന്ധം ഇനിയാണ് വരുന്നത്. പരമാർത്ഥ വസ്തു ജാനത. പരമാർത്ഥമായിരിക്കുന്ന അല്ല, ടിപ്പണി 3, അത് 3ആണല്ലേ? 3ന്റെ നോക്കിയേ. ജീവാത്മതത്വം സർവോ ജാനാതി. അതാഹ അല്ല, ജീവൻ അഹം അസ്മി ജീവോഹം എന്നുള്ള ബോധം എല്ലാവർക്കും ഇല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ സകല ഭൂതങ്ങൾ ആത്മാവാവാത്തത്? അഹമസ്മി എന്നുള്ള ബോധം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അഹം എന്നുള്ള ബോധം ഏതിന്റെ ബോധമാണ്? സാക്ഷിപ്രകാശമാണ്. പ്രകാശിക്കുന്ന സാക്ഷിയാണ്. പ്രകാശിപ്പിക്കപ്പെടുന്നത് ജാഗ്രത കാലത്ത് പ്രമാതാവാണ്. പ്രമാതാവും സാക്ഷി ഒരേപോലെ പ്രകാശിക്കുന്ന സ്ഥലമാണിത്. ഈ പ്രകാശം കൊണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പ്രകാശം ഉണ്ടായിട്ടും സകല ഭൂതങ്ങൾ ആത്മാവാവാതിരുന്നത്? അതായത് ഈ ജ്ഞാനം സാക്ഷി പ്രകാശമാകുന്നു. സാക്ഷി പ്രകാശിക്കുന്ന സ്ഥലത്ത് അജ്ഞാനത്തെ നശിപ്പിക്കത്തില്ല. പ്രമാതാവിന് ജ്ഞാനം ഉണ്ടാകുമ്പോഴേ അതിന് പ്രമ എന്ന് പറയത്തുള്ളൂ. പ്രമ മാത്രമേ അജ്ഞാനത്തെ നശിപ്പിക്കത്തുള്ളൂ. സാക്ഷി പ്രകാശിക്കുമ്പോൾ സാക്ഷിയുടെ വിഷയരൂപത്തിലാണ് പ്രമാതാവ് പ്രകാശിക്കുന്നത്, അല്ലാതെ പ്രമാതാവിന് അവിടെ ജ്ഞാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അഹമസ്മി എന്നുള്ള കേവലജ്ഞാനം അജ്ഞാനത്തിന്റെ നാശകനല്ല. തത്ര എന്താർത്ഥം? തസ്മിൻ കാലേ, ഇങ്ങനൊരു ബോധം ഉദിച്ചു കഴിഞ്ഞാൽ, ഈ ബോധം വരില്ലേ എന്ന് പ്രാർത്ഥിക്കുക. വന്നു കഴിഞ്ഞാൽ പ്രശ്ന. തത്ര ആത്മനി, ആത്മാവിൽ എന്ത് പറ്റും? കോമോഹ കശോക, എന്ത് മോഹം, എന്ത് ശോകം എന്ന് പറഞ്ഞാൽ ഈ അധിഷ്ഠാന ബ്രഹ്മസാക്ഷാത്കാരത്തോടുകൂടെ അവിദ്യ നഷ്ടപ്പെട്ടു പോയതിനാൽ അവിദ്യാകാര്യമായിരിക്കുന്ന മോഹവും ശോകവും, മോഹം എന്ന് ഉദ്ദേശിച്ചത് വിപരീത എന്ന അർത്ഥത്തിലാണ്. ഭ്രമാത്മകമായിരിക്കുന്ന ഒരു ബുദ്ധിയോ അതിൽ നിന്ന് ജനിക്കുന്ന ശോകമോ ഇല്ല. ഞാൻ ഇങ്ങനെയായി പോയല്ലോ, ഈ ശരീരത്തിൽ വന്ന് കഷ്ടപ്പെട്ടില്ലേ, എനിക്ക് മക്കളിൽ, ഇത് ഭാഷത്തിൽ ഇപ്പം പറയില്ല, ഇപ്പൊ ടീക്കയിലൊക്കെ പറയും, ഒരു ഡീറ്റെയിൽ തരാൻ പോവാണ്. ഇങ്ങനത്തെ ഒരു മോഹം ശോകമൊന്നുമില്ല. ഇപ്പൊ ടീക്ക നോക്കണേ. നിരതിശയ ആനന്ദ സ്വരൂപം. ആരാ നിരതിശയ ആനന്ദ സ്വരൂപം? ആത്മാവിന്റെ സ്വരൂപമാണത്. മോഹസ്വരൂപനല്ലത്. മോഹവിപരീതമായിരിക്കുന്ന നിരതിശയാനന്ദം, സാദിശ്യാനന്ദം ഇപ്പോൾ ജീവൻ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതിന് വിഷയാനന്ദം എന്നാ പറയാ. അതേപോലെ തന്നെ ജീവന്മാർക്കും സാദിശ്യാനന്ദമുണ്ട്. ആനന്ദമീമാംസ ബൃഹദ, എവിടെ? തൈത്തര്യത്തിൽ ആനന്ദമീമാംസ കാണും. അവിടെ ചക്രവർത്തിയായിരിക്കുന്ന ഒരു ജീവന്റെ ആനന്ദത്തെയാണ് മാനുഷാനന്ദമായിട്ട് പോലും ഗണിക്കുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ആനന്ദം, അതിന്റെ ശതഗുണാനന്ദം ആർക്ക്? ഗന്ധർവന്. അങ്ങനെ 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 മുന്നോട്ട് പോവുകയാണ്. ആചാനദേവന്മാര്, കർമ്മജദേവന്മാര്, ഇന്ദ്രൻ, ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകും. ഹിരണ്യഗർഭന്റെ ആനന്ദം വരെ
സാദൃശ്യ ആനന്ദം മാത്രമാണ്. അതിശയം എന്ന് ഉദ്ദേശിച്ചത് ഇതിനേക്കാൾ മികച്ച് മറ്റൊരു ആനന്ദം വന്നാൽ ഈ ആനന്ദത്തെ അതിശയിച്ചും കൊണ്ട് മറ്റൊരു ആനന്ദം വരുമ്പോൾ ആദ്യത്തെ ആനന്ദം സാദൃശ്യമാനായി. അങ്ങനെ അധികരിച്ചിട്ട് മറ്റൊരു ആനന്ദം ഇല്ല എങ്കിൽ ഉള്ള ആനന്ദം നിരതിശയ ആനന്ദമായി. മനസ്സിലായോ? ആനന്ദത്തെ തന്നെ മറികടന്ന് ഉത്കൃഷ്ട ആനന്ദം വേറെന്ന് വന്നാൽ ആദ്യത്തെ ആനന്ദം സാദൃശ്യം, അതിനേക്കാൾ ഉത്കൃഷ്ടമായിട്ട് ആനന്ദം ഇല്ലെങ്കിൽ നിരതിശയ ആനന്ദം. അതായത് ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ആനന്ദത്തെ കാൾ കൂടുതലായിട്ട് മറ്റൊരു ആനന്ദം ഇല്ലാത്തത് കൊണ്ട് അതിനെ അതിശയിച്ച് നിൽക്കാനൊന്നുമില്ല എന്നുള്ളതിനാൽ നിരതിശയമാണ് എന്ത് ആനന്ദം. ആരുടെ? ബ്രഹ്മസ്വരൂപാനന്ദം. പറയാണ് നിരതിശയ ആനന്ദ സ്വരൂപം അതേവ ദുഃഖ അസ്പൃഷ്ടം. നിരതിശയ ആനന്ദമായതുകൊണ്ട് തന്നെ ദുഃഖ സംബന്ധമില്ല. എവിടെ? സ്വരൂപാനന്ദത്തിൽ. ആത്മാനം അജാനതഃ ശോകഭവതി. ഇങ്ങനെയിരിക്കുന്ന ആത്മാവിനെ അറിയാത്തവന്, അതായത് ആത്മാവിന്റെ സ്വരൂപം അങ്ങ് എടുത്ത് കാണിച്ചതാണിത്. എന്തുകൊണ്ടാ? അഹം അസ്മി എന്നുള്ള ആത്മബോധം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനായിരിക്കുന്ന തന്റെ തന്നെ സ്വരൂപം തിരിച്ചറിഞ്ഞിട്ടില്ല ജീവൻ. അതുകൊണ്ട് അതിനെ അറിയാത്ത അവർക്ക്, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനെ അറിയാത്തവർക്ക് അജാനതഃ ശോകഭവതി, അവന് ശോകം ഉണ്ടാവും. അപ്പൊ ശോകത്തിന് കാരണം എന്താ? നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനെ അറിയാതിരിക്കുക എന്നുള്ളത്. അജ്ഞാനമാണ് ഇവിടെ ശോകത്തിന് കാരണം, ശോകഭവതി. എന്നിട്ടോ പറയാണത് ആക്ട് ചെയ്ത് കാണിക്കുകയാണ്. ഹാ ഹതോഹം നമേ പുത്രോസ്തി നമേ ക്ഷേത്രം. അയ്യോ ഞാൻ ചത്തേ, എന്താ എനിക്ക് പുത്രനില്ലേ, പിന്നെ എനിക്ക് ക്ഷേത്രം, എനിക്ക് വയലില്ലേ, എന്താ പറയാ എനിക്ക് ധനമില്ല, മുന്നോട്ടേക്ക് ഒന്ന് ജീവിതം കൊണ്ടുപോകാൻ മക്കളുമില്ല, വയസ്സാം കാലത്ത് ആര് നോക്കും? അതുകൊണ്ട് എന്ത് വേണം? തതഹ പുത്രാദീൻ കാമയതേ. അതുകൊണ്ട് കാമിക്കുകയാണ് പുത്രാദികൾ. ഈ ശോകം കൊണ്ടാണ് കേട്ടോ. തതഹ എന്നുള്ള ശോകം കാരണമായിട്ട്, ശോക നിവൃത്തിക്കായിട്ട് പുത്രനെയും ക്ഷേത്രത്തെയും വയലിനെയും ധനത്തെയും കാമിക്കുകയാണ്. കാമയതേ. എന്നിട്ട് എന്ത് ചെയ്യും? തദർത്ഥം ഏതിനായിട്ട്? ഈ ക്ഷേത്രം, പുത്രൻ, ഇവയൊക്കെ നേടാനായിട്ട് ദേവത ആരാധനാദി ചികീർഷതി, കർത്തും ഇച്ഛതി ചികീർഷതി, ദേവത ആരാധന. ठीक അപ്പൊ പണ്ഡിറ്റ് വന്നു, പണ്ഡിറ്റിന് പൈസ കൊടുത്തു, തുടങ്ങിയ പരിപാടി. അന്തരീക്ഷം ഗുമ്മായി പോകും. അങ്ങനെ ദേവത ആരാധനാദി നടത്തിയിട്ട് എന്ത് നേടും? ദേവതാ പ്രീതിയിൽ നിന്ന് പുത്രനെ നേടും. നതു ആത്മേകത്വം പശ്യതഃ. ആത്മാവിന്റെ ഏകത്വം അറിയുന്നവന്, ജ്ഞാനിയെ സംബന്ധിച്ച് എന്തില്ല? അജ്ഞാനമില്ല. അജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് ശോകമില്ല. ശോകമോഹാദികളില്ലാത്തത് കൊണ്ട് കാമനയില്ല. കാമനില്ലാത്തത് കൊണ്ട് പ്രവൃത്തിയുമില്ല. മനസ്സിലായോ? അത് തിരിച്ചിട്ട് വന്ന് അങ്ങനെ വരും. തതോ, അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം? അന്യ വ്യതിരേകാഭ്യാം. അന്യ വ്യതിരേകം എന്ന് പറഞ്ഞാലേ, ഉദാഹരണത്തിന് മൃത്സത്വേ ഘടസത്വം, ഇതിനാണ് അന്വയം എന്ന് പറയാം. അന്വയം എന്ന് പറഞ്ഞാൽ സംബന്ധതാർത്ഥം. വ്യതിരേകം എന്ന് പറഞ്ഞാൽ അഭാവം. മൃതഭാവേ ഘടഭാവ. അതായത് മണ്ണുണ്ടെങ്കിൽ ഘടം ഉണ്ടാക്കാം, ഘടം ഉണ്ടാവുന്നു, അതാണ് അന്വയം. വ്യതിരേകം എന്ന് പറഞ്ഞാല് മണ്ണില്ലെങ്കിൽ ഘടവുമില്ല. ഇതേപോലെ ഇവിടെ എന്താണ്? ശോകമോഹാദേർ അവിദ്യാകാരിത്വ അവധാരണ. അത് ശോകമോഹാദികൾ എന്താണ്? അവിദ്യയുടെ കാര്യമാണ്. അപ്പോൾ അവിദ്യാസത്വേ ശോകമോഹാദിസത്വം, അവിദ്യാഭാവേ ശോകമോഹാദ്യഭാവം. ഇപ്രകാരം അന്യവ്യതിരേകം നടത്തി കഴിഞ്ഞാൽ എന്ത് സിദ്ധിക്കും? കാര്യകാരണഭാവം സിദ്ധിക്കും. ठीक മൃസത്വേ ഘടസത്വം മൃതഭാവേ ഘടഭാവം എന്ന് പറഞ്ഞാല് ഘടത്വ ഒരു ഘടം പ്രതി മൃത്ത് കാരണമായി മാറും. അസതിബാധകെ തത്സാമാന്യാന സാമാന്യോരതി. അതായത് ബാധകം ഇല്ലെങ്കിൽ സകല ഘടത്വാവച്ഛിന്നം പ്രതി സകല മൃത്വാവച്ഛിന്നം കാരണം എന്ന് പറഞ്ഞാൽ സകല ഘടത്തിനും മൃത്ത് കാരണമെന്ന് സിദ്ധിക്കപ്പെടും. ഇതൊക്കെ നിങ്ങൾക്ക് ഇനി തർക്കസങ്കരം പഠിക്കുന്ന നേരം കാണാം. ഇവിടെ എന്താ പറഞ്ഞത്? അവിദ്യ ശോകമോഹാദേ അവിദ്യ കാര്യത്വ അവധാരണാത്. ശോകമോഹാദികളെല്ലാം അവിദ്യയുടെ കാര്യമാണെന്ന് നിശ്ചയിക്കാൻ പറ്റുന്നത് കൊണ്ട് മൂലാവിദ്യ നിവൃത്യ ഏവ ശോകാദേരാത്യന്തികീ നിവൃത്തിർ. മൂലാവിദ്യയുടെ നിവൃത്തി നടക്കുമ്പോൾ മാത്രം. എന്താണ് ഈ മൂലാവിദ്യ? ഫസ്റ്റ് കേൾക്കുകയാണോ? മൂലാവിദ്യ തൂലാവിദ്യ എന്ന് നമ്മൾക്ക് അവിദ്യയെ തന്നെ രണ്ടാക്കാം. ഒന്ന് മൂലാചാസൗ അവിദ്യ ചേതി മൂലാവിദ്യ, മൂലാചാസ അവിദ്യ ചേതി മൂലാവിദ്യ. മൂലാവിദ്യ അല്ലാത്ത വിദ്യയാണ് തൂലാവിദ്യ. തൂലാചാസൗ അവിദ്യ ചേതി തൂലാവിദ്യ. തൂലമൂലഭാവങ്ങൾ എങ്ങനെ വരുന്നതാ? നിരവച്ഛിന്ന ചൈതന്യ വിഷയക അവിദ്യയാണ് മൂലാവിദ്യ. എന്ന് പറഞ്ഞാല് ബ്രഹ്മവിഷയക അവിദ്യയാണ് നമ്മൾ മൂലാവിദ്യ എന്ന് പറയുന്നത്.
ഘടാദി അവച്ഛിന്ന ചൈതന്യ വിഷയക അവിദ്യയാണ് സ്ഥൂലാവിദ്യ. അപ്പോൾ നമ്മൾക്ക് സാമാന്യമായിട്ടുള്ള ലോകത്തിലെ ജ്ഞാനം എന്ന് പറഞ്ഞാല് അത് അവച്ഛിന്ന ചൈതന്യ വിഷയക ജ്ഞാനമാണ്. അതായത് ഇവിടെ ഒന്നും കൂടുതലില്ല. നിങ്ങൾക്ക് ടെക്നിക്കൽ സൈഡ് എല്ലാം പ്രക്രിയാ ഗ്രന്ഥം പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. പ്രക്രിയാ ഗ്രന്ഥം പഠിച്ച ശേഷം പിന്നെ ഉപനിഷത്ത് പഠിക്കുമ്പോഴേ കൂടുതൽ സ്പഷ്ടമാകത്തുള്ളൂ എന്താ അത് ഉദ്ദേശിച്ചെന്നുള്ളത്. അതുകൊണ്ടാണ് 10-15 വർഷം നമ്മൾക്ക് ഇതിന്റെ പിറകിൽ കൂടേണ്ടി വരും എന്ന് പറയേണ്ടത്. അതും ഒരു ബുക്ക് കൊണ്ടൊന്നല്ല. ദിവസം ഒരു 3 ബുക്കൊക്കെ പഠിച്ചു പോകുന്ന ആൾക്കാർക്ക് തന്നെ 10-15 വർഷം പിടിച്ചാല് ഇതിന്റെയൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്തൊക്കെയാ അവർ ഉദ്ദേശിച്ചെന്നുള്ളത്. ഇത്രയും ടൈം എടുത്തിട്ടേ തലയ്ക്ക് ഉറത്തുള്ളൂ. അതായത് എന്താണ് മൂലാവിദ്യ തൂലാവിദ്യ അല്ലേ? അതായത് ബ്രഹ്മവിഷയക അവിദ്യയാണ് മൂലാവിദ്യ. ജഗത്തിന്റെ മൊത്തം കാരണമായത് കൊണ്ടാണ് ഇതിനെ മൂല എന്ന് പറഞ്ഞത്. മൂല വിദ്യ എന്ന് അന്വയിക്കരുത്, മൂല അവിദ്യ എന്നാണ്. മൂലാവിദ്യ, തൂല അവിദ്യ എന്നാണ്. ചിലർ മൂലവിദ്യ തൂലവിദ്യ എന്നൊക്കെ പറഞ്ഞു കളയും. അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. അവിദ്യയാണ്, അവിദ്യയായിട്ട് അന്വയിക്കുക. ജഗത്തിന്റെ കാരണമായിരിക്കുന്ന അവിദ്യ. കിം വിഷയകം? ജഗത്തിന്റെ കാരണമായ അവിദ്യയുടെ വിഷയം ബ്രഹ്മവിഷയക. അതിന്റെ ശ്ലോകം ഒന്നുമില്ലേ? ആശ്രയത്വ വിഷയത്വ ഭാഗിനി വിഭാഗചിതിരേവ കേവല. ആശ്രയത്വ വിഷയത്വ ഭാഗിനി. ആശ്രയത്വവും വിഷയത്വവും. അതായത് അജ്ഞാനത്തിന് ആശ്രയം ഉണ്ടാവും, വിഷയം ഉണ്ടാവും. ഏതുപോലെ? ജ്ഞാനം പോലെ തന്നെ. അപ്പം ആശ്രയത്തെയും വിഷയത്തെയും ഭജിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആശ്രയം വിഷയവും, അജ്ഞാനത്തിന്റെ ആശ്രയം വിഷയവും ഏകനായിരിക്കുന്ന പരമാത്മാവാണ്. അപ്പോൾ ആ പരമാത്മ വിഷയക അവിദ്യ എന്ത് പറയും? മൂലാവിദ്യ എന്ന് പറയും. അതായത് ചൈതന്യം മാത്രമേ പ്രകാശിക്കത്തുള്ളൂ, ചൈതന്യ പ്രകാശകനായിട്ട് മാറത്തുള്ളൂ. അതായത് അവച്ഛിന്ന ചൈതന്യത്തിൽ ജഗത് മൊത്തം അധ്യസ്ഥമാണ് എന്ന് പറഞ്ഞാൽ ആവൃതനായിരിക്കുന്ന ചൈതന്യത്തിൽ ജഗത് അധ്യസ്ഥമാണ്. ആവരണം നഷ്ടപ്പെട്ടാൽ എന്ത് പറയും? നിരാവൃതനായിരിക്കുന്ന ചൈതന്യം. നിരാവൃതനായിരിക്കുന്ന ചൈതന്യമാണ് വിഷയത്തെ പ്രകാശിപ്പിക്കുക. അതെന്തുകൊണ്ടാ? നിരാവൃതനായിരിക്കുമ്പോൾ ചൈതന്യത്തിന്റെ പ്രകാശം നടക്കുകയാണ്. ഇപ്പോൾ ഘടാവച്ഛിന്ന ചൈതന്യം ആവരണം നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഘടത്തെ കാണാൻ പറ്റത്തില്ല. ആ ഘടാവച്ഛിന്ന ചൈതന്യം അനാവൃതമായാൽ ആ ചൈതന്യത്തിന്റെ പ്രകാശം നേരിടും. ചൈതന്യത്തിന്റെ പ്രകാശം നേരിടുമ്പോൾ ആ ഘടം ആ ചൈതന്യത്തിന്റെ കൂടെ ഇരുന്ന് പ്രകാശിക്കത്തുള്ളൂ. ഇപ്പോൾ ഇത് നമ്മളൊരു ഈ ലൈറ്റ് എന്നുള്ളത് ശരിക്കും വസ്തുവാണോ പ്രകാശിക്കുന്നത്, ലൈറ്റ് ആണോ പ്രകാശിക്കുന്നത്? ജഡസ്ഥലത്ത് തന്നെ ഇരിക്കുക. നമ്മളൊരു വസ്തുവിനെ കാണുന്ന സമയത്ത് ഘടത്തെ കാണുന്നു, അപ്പൊ ഘടം പ്രകാശിച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും ഘടമല്ല പ്രകാശിച്ചത്. ഇരുട്ടിൽ വെച്ച് ഒരു ഘടത്തിന്റെ മുകളിലേക്ക് നിങ്ങൾ ടോർച്ച് അടിച്ചു. അപ്പം ശരിക്കും അവിടെ പ്രകാശമാണ് പതിഞ്ഞത്. അവിടെ തട്ടിയിരിക്കുന്ന പ്രകാശം പ്രകാശിതമായപ്പോൾ കൂടെ നിന്ന് ഘടം പ്രകാശിച്ചു എന്നേ ഉള്ളൂ അല്ലേ? സത്യത്തിൽ കണ്ണിലേക്ക് ആ ഫോട്ടോൺസ് വന്ന് കയറിയപ്പോൾ അതിന്റെ ഷെയ്ഡിനനുസരിച്ച് നമ്മൾ അതിനെ ഘടം മനസ്സിലാക്കിയെന്നല്ലേ ഉള്ളൂ. അത്ര തന്നെ എവിടെ ഉള്ളൂ. ചേതന അവിടെ ജഡപ്രകാശത്തെ എടുത്തിട്ട് ദൃഷ്ടാന്തം കൊടുത്തിരിക്കുകയാണ്. ദാഷ്ടാന്തിക സ്ഥലത്തേക്ക് വന്നാല് ചേതനനെ പ്രകാശിക്കത്തുള്ളൂ. ആ ചേതൻ ആവൃതനായിരുന്നത് കൊണ്ട് പ്രകാശിച്ചില്ല. വൃത്തി വന്നപ്പോൾ, ഘടാകാര വൃത്തി സംഭവിച്ചപ്പോൾ, നിറജ്ഞാനം ഉണ്ടായപ്പോൾ ആ ഘടാവച്ഛിന്ന ചൈതന്യത്തില് ആവരണം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എന്ത് പറ്റി? ആ ചൈതന്യം അനാവൃതമായി. ആവരണം നഷ്ടപ്പെട്ട ചൈതന്യം പ്രകാശിക്കും. ഏത് ചൈതന്യം? ഘടാവച്ഛിന്ന ചൈതന്യം. ചൈതന്യമാണ് പ്രകാശിക്കുന്നത്. ചൈതന്യത്തിനെ പ്രകാശിക്കാൻ പറ്റത്തുള്ളൂ. ചൈതന്യം പ്രകാശിക്കുന്ന സമയത്ത് തദ്ദേശാവച്ഛേദന ഇരുന്ന ഘട്ടവും പ്രകാശിച്ചു എന്ന് മാത്രം. പ്രകാശം ആർക്കുണ്ടായി? കണ്ടവനുണ്ടായി. കണ്ടവനാരാ? അവനും ചൈതന്യമാണ്. ഏത് ചൈതന്യം? അന്ധകരണാവച്ഛിന്ന ചൈതന്യം, അല്ലെങ്കിൽ അവിദ്യാവച്ഛിന്ന ചൈതന്യം സാക്ഷി. അപ്പൊ സാക്ഷിയായിരിക്കുന്ന ചേതനന് മറ്റൊരു ചൈതന്യമായിരിക്കുന്ന വിഷയാവച്ഛിന്ന ചൈതന്യം പ്രകാശിച്ചു എന്നേ ഉള്ളൂ. ഇതാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ബാക്കി ഉപനിഷത്തൊക്കെ അതിന് സപ്പോർട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി
मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। ओम शांति शांति शांति।